ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു സ്പെഷ്യൽ സീ ഫുഡ് ഡിഷാണ് കേട്ടോ. കൂന്തൽ റോസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല മസാല ചേർത്ത് വിറകടുപ്പിൽ നമ്മൾ നേരെ തീയിലിട്ടിട്ട് അങ്ങനെ വരട്ടി ഉണ്ടാക്കി അടിപൊളി ഒരു കൂന്തൽ റോസ്റ്റ് ആട്ടോ. ഇതിൻ്റെ സ്മെല്ല് മാത്രം മതിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരും, നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ഞാൻ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം ഒന്ന് പൊട്ടി വരണം കേട്ടോ. ആ ടൈമിൽ കരിഞ്ഞു പോവരുത്. അപ്പോൾ വലിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ മുന്നേ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3 മീഡിയം സൈസ് സവാള നല്ല നൈസാക്കി അരിഞ്ഞിട്ട് അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ കുക്കറിലൊക്കെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കും. അപ്പോഴൊന്നും ഈ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ ഈ നല്ല ഇരുമ്പ് ചട്ടിയിലൊക്കെ വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. നേരെ തീയിലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത്. ഇപ്പോൾ പിന്നെ വിറകടുപ്പില്ലാത്തവർ പിന്നെ ഗ്യാസുമ്മലും കുക്കറുമ്മലൊക്കെ വെക്കല്ല നിവൃത്തിയില്ല കേട്ടോ. അപ്പോൾ ഉള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ സവാളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. നമ്മുടെ സവാളേൻ്റെ ആ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മാറി വരണം. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 തക്കാളിയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാല ഒന്നും കരിഞ്ഞു പോവാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മസാലയൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാനിവിടെ 1 കിലോ കൂന്തലാണ് കേട്ടോ, നല്ല കട്ട് ചെയ്ത് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള കൂന്തലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കൂന്തളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് കൂന്തൾ വേവിച്ചിട്ട് പിന്നീട് ആ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് മസാല ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ കൂന്തൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂന്തൽ അത്യാവശ്യം ഡ്രൈ ആയിട്ടാണ് ഇരിക്കണം. ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരണേ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഈ കൂന്തലൊന്ന് കുക്കായി വരണം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂന്തലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. ഇപ്പോൾ നല്ല ഒരുപാട് തീ കൂട്ടിയിട്ട് അങ്ങനെ കത്തിക്കരുത് കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞു പോകും. നേരെ തീയിലിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതേപോലെ കുക്കായി വരുള്ളൂ. ഇപ്പോൾ കൂന്തലിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള കൂന്തലാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ റെഡി ആവണ ചെറിയ തരം കൂന്തലാണ് കേട്ടോ അത്.
ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ കൂന്തലൊന്ന് കുക്കായതിന് ശേഷം നമുക്കിത് മൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഇതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ കറിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ ഇതേപോലെ കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.